ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻകറി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് വരും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ള മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ നെയ്മീനിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഉച്ചക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മൺചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ബ്രൗൺ നിറമാണോ വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും ഒരു തക്കാളിയും ഒരു 2-3 പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അമ്മിക്കല്ലെടുത്തിട്ട് നമുക്കൊരു 5-6 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ച് ക്രീമി ആക്കൊന്നും വേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലകളുടെ കട്ടകളൊന്നും ഇല്ലാതാവാനാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് നമ്മൾ ആദ്യം മൂപ്പിക്കാൻ വെച്ച ഉലുവയിലേക്ക് ഉലുവ ഒന്ന് ബ്രൗൺ കളറായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ തീ ഹൈ ഫ്ലെയിം ആക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ മസാലയുടെയൊക്കെ ഒരു കുത്തുന്ന സ്പൂണ വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 10 മിനിറ്റ് ആയിപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ തക്കാളിയും വലിയുള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തലഭാഗം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കറി. എന്നിട്ടൊരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് മീൻ വേവട്ടെ. ഈ ടൈമിൽ നമുക്ക് ഞാനൊരു അരമുറിയാണ് എടുത്തത്. ഒരു തേങ്ങയുടെ അരമുറി. ഇത് നമുക്ക് ആ അരമുറി തേങ്ങയും ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകവും നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം മിക്സിയിൽ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു വേറെ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക.
ഇതൊരു ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. എന്നിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ താളിക്കൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർ മീൻ കറി വെക്കുമ്പോൾ അതിൽ കറിവേപ്പില ഇടും. ഞാൻ നെയ്മീൻ ആയതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. നമ്മുടെ മീനിൻ്റെ സ്മെല്ല് പോവുള്ളൂ, പിന്നെ വേറൊരു കറിയുടെ സ്മെല്ലായി മാറും. അതുകൊണ്ടാണ് ഞാൻ വേപ്പില ഇടാത്തത്. ഞാൻ മീൻ മുളകിടുന്ന ടൈമിലുള്ളൂ, നമ്മൾ ഈ തേങ്ങ അരക്കാതെ വെറുതെ മുളകിട്ട് വെക്കുമല്ലോ, ആ ടൈമിലുള്ള വേപ്പിൻ്റെ ഇല യൂസ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ദോശക്കും ഇടിയപ്പത്തിനൊക്കെ വളരെ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.